വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. UDF സർക്കാർ നീങ്ങുന്നത് BJPയുടെ വഴിയിലെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പിണറായി പറയുന്നത് കള്ളമെന്ന് മുസ്ലിം ലീഗ്. ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി സംസ്ഥാന വഖഫ് ബോർഡ്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവും കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലവുമാണ് വിവാദത്തിന് കാരണം. ബോർഡിൽ 2 അമുസ്ലിം പ്രതിനിധികൾ വേണമെന്നതടക്കമുള്ള കേന്ദ്ര വഖഫ് നിയമത്തിലെ ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് അടക്കം നൽകിയ ഹർജികൾ. കേന്ദ്ര നിയമത്തിനനുസരിച്ച് സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നാണ് സർക്കാർ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ചോദ്യം ചെയ്തിരിക്കുന്ന നിയമം നടപ്പാക്കാമെന്ന് പറഞ്ഞ സർക്കാർ നിലപാടിലെ വൈരുദ്ധ്യം പ്രതിപക്ഷ നേതാവ് ആയുധമാക്കി. UDF സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങിയെന്നും വിമർശനം. മുസ്ലിമിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ? അവിടെയല്ലേ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ പ്രശ്നം വരുന്നത്? എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന്. ആ വരവ് നല്ലതല്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കീഴടങ്ങലും ദാസ്യ മനോഭാവവും വരുന്നത്. ആ കീഴടങ്ങലും ദാസ്യ മനോഭാവവുമല്ല കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം, ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏത് ഗവൺമെന്റ് ആയാലും അതാണ് പ്രശ്നം. അതേസമയം പിണറായി പറയുന്നത് കള്ളമാണെന്ന് ലീഗ്. കേന്ദ്ര നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടില്ല, പരിശോധിക്കുമെന്നാണ് പറഞ്ഞതെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. പ്രതിപക്ഷ നേതാവിന് അതിൻ്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയാനല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഈ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ വന്ന കേസ് 4 കേസുകളാണ്. ഹൈക്കോടതി വിധിക്കെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. BJPയും കേരള സർക്കാരും തമ്മിലുള്ള ഡീലാണ് വ്യക്തമായതെന്ന് ബോർഡ് ചെയർമാൻ KS ഹംസ. സത്യത്തിൽ ഒത്തുകളിക്കുകയാണല്ലോ ചെയ്തത്. സാധാരണ ചില സമയങ്ങളിലൊക്കെ സർക്കാർ വാദിയുമായി ചേർന്ന് കോടതിയിൽ ഒത്തുകളിക്കാറുണ്ട്. അത്ര സമയങ്ങളിലൊക്കെ തലയാട്ടിയിട്ടും മിണ്ടാതിരുന്നിട്ടൊക്കെയാണ് GP-മാരോ മറ്റോ അതിനോട് പതുക്കെ അനുകൂലമായി പ്രതികരിക്കാറുള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ AG അഡ്വക്കേറ്റ് ജനറൽ ഓപ്പൺ കോടതിയിൽ ഡയറക്റ്റായി പറയുകയായിരുന്നു, യെസ് വി ആർ സപ്പോർട്ടിംഗ് ദ പെറ്റീഷൻ എന്ന് പറയുന്നത് എന്ത് ജനാധിപത്യവും എന്ത് നിയമവ്യവസ്ഥയും നാട്ടിലുണ്ടാവുക? ബോർഡിന്റെ ചുമതല വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. കേന്ദ്ര ചട്ടമനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്ന സർക്കാർ നിലപാടും കോടതി ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര നിയമം പാലിക്കാതെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതറിയാമെങ്കിലും വഖഫിൽ അമുസ്ലിങ്ങൾ എന്ന രാഷ്ട്രീയമാണ് പ്രതിപക്ഷം ചർച്ചയാക്കുന്നത്. PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.